ഇരിങ്ങാലക്കുട എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികമേളയിലെ പ്രധാന മത്സരങ്ങളിലൊന്നായ മെഹ്റുനിസ കാതർകുട്ടി ക്യാപ്റ്റനായ റെഡ് ഹൗസും അലക്സ് പള്ളിവീടൻ നയിക്കുന്ന ഗ്രീൻ ഹൗസും തമ്മിലുള്ള ഫുട്ബോൾ മത്സരം 85-ാം മിനിറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴും ഗോൾ രഹിത സമനിലയിൽ തുടരുകയാണ്. നീ ഇവിടെ കിടന്ന് എത്ര നില ഒളിച്ചിട്ടും കാര്യമില്ല. ഈ ഫുട്ബോൾ കപ്പില്ലേ അത് ഞങ്ങൾ പൊക്കും. പറ്റുണ്ടോ നീ? എന്താ സംശയം? ഈ കളി ഞാൻ പൊട്ടിയ എന്റെ പകുതി കൂടി ഞാൻ മൊട്ടയടിക്കും. നിന്റെ ഗ്രീൻ ഹൗസ് പൊട്ടിയ നീ മൊട്ടയടിക്കണം. പള്ളി വിടാ, നീ ഗ്രീൻ ഹൗസ് ക്യാപ്റ്റനാ. അടുക്കി വെച്ച് താരം ശക്തമായ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. ഒരു ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചു. ഗ്രീൻ ഹൗസിന്റെ എല്ലാ പ്രതിരോധ വലയങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് വിപിനിതാ ഫൗൾ ചെയ്യപ്പെട്ട് വീണ് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നീ എണീറ്റേ കളിക്കാൻ പറ്റുമോ നിനക്ക്? ഇല്ല പറ്റില്ല. പരിക്കുപറ്റിയ വിപിനൻ ഉടത്തിക്കൊണ്ട് മൈതാനത്തിന് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നോക്കോട്ടാ കാല് പേരിക്കുന്നില്ലേ? ഞാൻ വേണമെങ്കിൽ ബൂത്ത് ഒരു തരാം. നീ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കേ. മെഹറു വേണമെങ്കിൽ എന്റെ ടീമിലെ സബിനെ തരാട്ടാ. ഇവനാ ഈ പഠിപ്പിച്ച നിന്റെ മുടി പോയി. ഇവരുടെ പകരക്കാരനായി അജയ് ഘോഷ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു. നീ അടിക്കുന്നത് ഇവന് ഫുട്ബോൾ കളിക്കാൻ അറിയോ? നമ്മുടെ നാട്ടിലെ ഇവനെ ഒരിക്കൽ പോലും നമ്മുടെ ഗ്രൗണ്ടിൽ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ പോയിട്ടേ ചെണ്ട കൊണ്ടുവരാം. നമുക്ക് ആഘോഷമായിട്ട് കൊടുത്ത ബാർബർ ഷോപ്പിൽ പോയിട്ടേ മുടിമുട്ട അടിക്കാട്ടാ. എടി നിനക്ക് എന്നെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഒരു മിനിറ്റും കൂടെ കഴിഞ്ഞാൽ പെനാൽറ്റി ആവില്ലേ? അവരുടെ ഗോൾ കീപ്പർ ആണെങ്കിൽ ആ ജില്ലാ ടീമിന് വേണ്ടി കളിക്കുന്ന വിൻസെന്റും നമ്മുടെ ഗോൾ കീപ്പർ ആണെങ്കിൽ വേറെ ഒരുത്തനും കിട്ടാത്തോണ്ട് ആ ചാവാലി മൻസൂറിനെ പിടിച്ച് നിർത്തിയേക്കണം. നിന്റെ പകുതി മുടിയും പോവും മാനവും പോവും. നീ എന്താ കോളത്തോടി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കാൻ? ഒന്ന് ആഞ്ഞു കളിക്കടാ. ഓടി തൊരടി അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഓരോന്ന് കളിക്കാറേ ഈ അവസരം മുതലെടുക്കാൻ റെഡ് ഹൗസിന് കഴിയുമോ? റെഡ് ഹൗസിന് വേണ്ടി മനു ഇതാ മനോഹരമായിട്ടുള്ള ഒരു കോർണർ കിക്ക് എടുക്കുന്നു. മനുവിന്റെ കോർണർ കിക്ക് ഇതാ അജയ് ഘോഷിന്റെ മനോഹരമായ ഒരു ഹെഡ്. അജയ് ഘോഷിന്റെ മനോഹരമായ എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷത്തിൽ അജയ് ഘോഷ് നേടിയ ഒരേ ഒരു ഗോളിന് റെഡ് ഹൗസ് ചാമ്പ്യന്മാരായിരിക്കുന്നു. പള്ളിയുടെ അങ്ങോട്ടേക്ക് പോയി. വെറുതെ പറഞ്ഞില്ലേ? വെറുതെ പറയാറില്ല. നിനക്ക് അറിഞ്ഞൂടെ പള്ളിയുടെ? ഇതിക്കുള്ളിൽ ഇനി എന്ത് പറ്റാനാ? ആ ഒറ്റ കൊള്ള പച്ചമ്മേ ആ തെണ്ടി അവളോട് കയറിയും കൊട്ടി. പോരാത്തതിന് അവൻ വലിയ വായനക്കാരനാണല്ലോ. ഇതുണ്ടോ ഇതുണ്ടോ?
അതിനുശേഷം അവൻ ജന്മത്ത് ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയിട്ടില്ല. നിങ്ങൾ കളിച്ചോ കളിക്കാൻ പിള്ളേര് കളിക്കട്ടെ